ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ വിത്ത് സാൻഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷനെ പറ്റിയിട്ടാണ്. പലരും ഇന്നത്തെ കാലത്ത് ഈ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ആയത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ ആണ് പ്രിവെൻറ്റ് ചെയ്യുക, പിന്നെ അത് വരാതെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ടെന്ന് പറയാനുള്ളത്, ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. നിങ്ങളുടെ വെയ്റ്റിന് അനുസരിച്ചിട്ട് വേണം നന്നായി വെള്ളം കുടിക്കണം. ഓക്കെ, പിന്നെ ഫൈബറുള്ള ഫുഡൊക്കെ കഴിക്കണം. അതായത് ആപ്പിൾ, പിന്നെ പല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ നന്നായിട്ട് കഴിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇതിൽ ഞങ്ങൾക്ക് ആ ഒരു ഗട്ട് ഹെൽത്ത് എന്ന് പറയുമല്ലോ, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് നോട്ട് കൺട്രോൾ, ഒന്നും കൺട്രോൾ ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് എപ്പോഴാണ് റെസ്റ്റ് റൂം യൂസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ അപ്പോൾ യൂസ് ചെയ്തിട്ട് റെഗുലറായി യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൽ അവോയ്ഡ് ചെയ്യാൻ പാടില്ല, അതായത് മൂത്രം തടയുന്നതോ കുട്ടികളിൽ അധികമായിട്ട് കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ പേരൻസ് ആയിട്ടുള്ളവരൊക്കെ ഒന്ന് കുട്ടികളുടെ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പിന്നെ പറയാനുള്ളത്, അതെപ്പോഴും റെഗുലറായിട്ട് കുട്ടികൾക്ക് ശീലമാക്കുക. അതായത് മോർണിംഗ് അവേഴ്സ് റെസ്റ്റ് റൂം യൂസ് ചെയ്യാനും പിന്നെ വൈകുന്നേരം യൂസ് ചെയ്യാനും ഒക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്താൽ തന്നെ, പഠിപ്പിച്ചാൽ തന്നെ കുട്ടികൾക്ക് മെല്ലെ മനസ്സിലാക്കാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഏജ് പ്രകാരം എന്നില്ല, ഏത് ഏജിലും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രകാരം നോക്കുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നന്നായിട്ട് എന്താണെന്ന് വെച്ചാൽ നന്നായി ഫുഡ് കഴിക്കുക, നല്ലോണം ലിക്വിഡ് ഐറ്റംസ് എടുക്കുക, അതായത് ടെൻഡർ കോക്കനട്ട്, പിന്നെ ഒരുപാട് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഷുഗർ സോൾട്ടൊക്കെ കുറയ്ക്കുക. പിന്നെ എന്ന് പറയാനുള്ളത്, ടീ കോഫി കുറയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരു വലിയ ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫായിട്ട് വേണം ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ട് വരേണ്ടതാണ്. ഓക്കെ, ഇതിൻ്റെ പകരം ഞങ്ങൾക്ക് അധികമായിട്ട് ആഡ് ഓൺ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഒരുപാട് ടൈപ്സ് ഓഫ് സലാഡായിട്ട് കഴിക്കാവുന്നതാണ്. ഓക്കെ, നല്ല ഡാർക്ക് വെജിറ്റബിളൊക്കെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ എന്താവുമെന്ന് വെച്ചാൽ നമുക്ക് പൈൽസ്, ഫിഷർ എന്ന് പറയും, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, പിന്നെ നന്നായി വെള്ളം കുടിക്കുന്നതിലൂടെ തന്നെ ഞങ്ങളുടെ വയറൊക്കെ അത് ശുദ്ധീകരിക്കപ്പെടും. അതായത് കണക്റ്റഡ് ആണല്ലോ, വയറിൻ്റെ അകത്തുനിന്നെല്ലാം കണക്റ്റഡാണ്. വയറ്, കിഡ്നി, പിന്നെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, പിന്നെ ഏനസ് ഭാഗം, അതൊക്കെ നന്നായി ക്ലിയർ ആക്കാനും പിന്നെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ കിഡ്നി ആണ് പ്യൂരിഫൈ ചെയ്യുന്നത്, ബ്ലഡും പിന്നെ യൂറിനും ഒക്കെ വാഷ് ഔട്ട് ചെയ്യുന്നത്. അതായത് യൂറിനും ബോഡിയിൽ നിന്ന് പുറത്ത് വിടുന്നത് ഞങ്ങളുടെ ആ ഒരു കിഡ്നി ഉള്ളതുകൊണ്ടാണ്. അപ്പം ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഹെൽത്തി ആയിട്ട് വെക്കേണ്ടത്. ഓക്കെ, പിന്നെ
ഇതിൽ അവോയ്ഡ് ചെയ്യേണ്ടത് സെൽഫ് മെഡിക്കേഷൻ എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് ഇന്നറായിട്ട്, അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൈൽസ് ആവാം, ഇല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആവാം, വയറിന് സംബന്ധിച്ച ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഉടനെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇനീഷ്യലി അതിനെ ഒന്ന് ഒരു കൺട്രോളിലേക്ക്, അതായത് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ ഹെൽത്തി ആയിട്ട് എപ്പോഴും കഴിക്കാൻ നോക്കേണ്ടതുണ്ട്. ന്യൂട്രീഷ്യസ് ഫുഡ് എന്നൊക്കെ പറയല്ല, അത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ ഫ്രൂട്ട് ജ്യൂസൊക്കെ കുടിക്കാം. പിന്നെ ചിലർക്ക് ചില വെജിറ്റബിൾ ഫ്രൂട്ടൊക്കെ അലർജറ്റിക് ആയിട്ട് തോന്നാം. അത് മാത്രം അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ കൂടെ ഒരു കൺസൾട്ട് ചെയ്തിട്ട് വേണം, ഒരു മീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആ ഡോക്ടറിനെ മനസ്സിലാക്കിപ്പിക്കുക. പിന്നെ എന്തെങ്കിലും മനസ്സിലുള്ള ഭയം ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റിപ്പേഷനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ചാൽ, നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ നന്നായി വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. പിന്നെ ഇതിൽ പയറുവർഗ്ഗങ്ങൾ, ചില പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു മീഡിയം ആയിട്ട് കഴിക്കുക. ഓവറായിട്ട് അധികം പാടുള്ളതല്ല. ഓക്കെ, പിന്നെ എന്ന് പറയാനുള്ളത്, ഇതിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റെഡ് മീറ്റ്. ഓക്കെ, റെഡ് മീറ്റ്, പിന്നെ ചിക്കന്, മുട്ട. ഓക്കെ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ടീ, കോഫി ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൊണ്ട് കൊണ്ടുവരിക. പിന്നെ സോൾട്ടും ഷുഗറും കുറയ്ക്കേണ്ടതുണ്ട്. ഒരുപാട് സോൾട്ടും ഒരുപാട് ഷുഗറും ഞങ്ങളുടെ ലിവറിനും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇത് കോൺസ്റ്റിപ്പേഷൻ ഒരാൾ ഇങ്ങനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ചാൽ, ഊണ് കഴിഞ്ഞിട്ട്, അതായത് ലഞ്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ബൗളിൽ തൈര് എടുക്കുക. ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കുന്ന തൈര്, ഇല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തൈര് എടുക്കുക. അതിൽ കുറച്ച് നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് 1/2 ടീസ്പൂണോളം മതി. ഒരുപാട് ഫസ്റ്റ് ടൈം ആയാണ് കഴിക്കുന്നവർക്ക് കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് നന്നായി അത് മിക്സ് ചെയ്തിട്ട് കഴിച്ചുകൊണ്ട് വരേണ്ടതാണ്. അതൊന്നുണ്ട്. പിന്നെ ഇനിയൊന്നെന്ന് പറയാനുള്ളത്, ചൂടുവെള്ളം എടുക്കുക. ഒരു പാകം ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ 1/4 ടീസ്പൂണ് ഇത് നെയ്യ് ഇട്ടിട്ട് നന്നായി അലിയിപ്പിക്കുക. അതായത് നന്നായി മിക്സ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുന്ന മുമ്പ് കുറച്ചായിട്ട് വെള്ളം കുടിക്കേണ്ടതുണ്ട്. വെള്ളത്തിൽ നെയ്യ് മിക്സ് ചെയ്തിട്ട് അതും ഒരു അര ഗ്ലാസ്സോളം എടുത്താൽ മതി. ഓക്കെ, ഇത് റെഗുലറായി ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഇല്ലാണ്ടാവുന്നതുണ്ട്. ഓക്കെ, പിന്നെ ലൈഫ് സ്റ്റൈൽ എന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റെഗുലറായിട്ട് നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റൂൾസ്, പിന്നെ യൂറിൻ, ഇതൊക്കെ ഒന്നും തടയാണ്ട് ഇരിക്കുക. ഓക്കെ, എന്നാൽ പെട്ടെന്ന് തന്നെ റെസ്റ്റ് റൂം യൂസ് ചെയ്തിട്ട് ആ ഒരു ശീലം നന്നാക്കേണ്ടതുണ്ട്. പിന്നെ കുട്ടികൾക്കും അത് ശീലമാക്കിപ്പിക്കുക. ആ പേടി, ഭയം കുട്ടികളിൽ നിന്നും മാറ്റാൻ നോക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ളത്, നന്നായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കേണ്ടതാണ്. നട്ട്സ് ചിലത് മാത്രം അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അതായത് ബാദാം അവോയ്ഡ് ചെയ്യാം. ചിലർക്ക് കാഷ്യൂ സെറ്റ് ആവില്ല. ഓക്കെ, ഇങ്ങനെ ചിലത് നോക്കുമ്പോൾ മാത്രം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി എല്ലാം തന്നെ എടുക്കേണ്ടതുണ്ട്.
പിന്നെ ഹീമോഗ്ലോബിൻ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർ നന്നായിട്ട് ഈ അയൺ സിറപ്പ് എടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡാർക്കർ വെജിറ്റബിൾസ്, അതായത് ബീട്രൂട്ട്, ഫ്രൂട്ട്സിൽ പോമോഗ്രാനൈറ്റ് എടുക്കുക. ഓക്കെ, ഇതൊക്കെ നന്നായിട്ട് എടുക്കുക. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. ഏതും അവോയ്ഡ് ചെയ്യേണ്ടതില്ല, സ്കിപ്പും ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ഇത് ഈ ഒരു ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നോക്കുമ്പോൾ, ഈ ഒരു സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പാതി പ്രശ്നമൊക്കെ സോൾവായി കിട്ടുന്നതുണ്ട്. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വെച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ തന്നെ തലവേദനിക്കും. ഓക്കെ, പിന്നെ ക്ഷീണമുണ്ടാകും, പിന്നെ എപ്പോഴും വേർത്തുകൊണ്ടിരിക്കും, എപ്പോഴും ഒരു ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻ്റ് ആവാം. ഇല്ലെങ്കിൽ വെറുതെ വെളിയിൽ പോയി വന്നാലും നല്ലോണം വേർക്കുന്നതാണ്. ഓക്കെ, പിന്നെ ടീ കോഫി കുടിക്കുന്നതിലൂടെ അത് ഒരു ശരീരത്തിലൊരു ഡ്രൈനെസ് ഉണ്ടാവും. അതായത് ലിക്വിഡ് തിങ്സൊക്കെ നമ്മുടെ ബോഡി വലിച്ചെടുക്കുന്നതാണ്, അബ്സോർബ് ചെയ്യും. ഓക്കെ, അങ്ങനെ അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, ഞങ്ങളുടെ ഒരു ഇന്നർ ഓർഗൻസിൻ്റെ ഒരു ആരോഗ്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, എക്സാമ്പിൾ ലിവറുടെ പ്രശ്നം വരുന്നതാണ്, കിഡ്നി പെട്ടെന്ന് അത് പ്രശ്നത്തിലാവും. പിന്നെ കൊലോൺ, അതൊരു കാര്യങ്ങൾ അത് പ്രശ്നത്തിലാവും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതും പ്രശ്നങ്ങളാണ്. പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് അധികമാവും, മൾട്ടിപ്ലൈ ആവും. ഇതൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടുള്ളതല്ല. ആദ്യം തന്നെ പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഡോക്ടർ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് നെസസറി സ്റ്റെപ്സ് എടുത്തിട്ട് വേണം നിങ്ങളുടെ ആരോഗ്യമൊക്കെ നോക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അന്ന് പറയാനുള്ളത്, ഒന്നും പേടിക്കാതെ ഇരിക്കുക. ആ ഒരു മനസ്സിൽ നിന്നും പേടി, ഭയമൊക്കെ മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഇനിയും സബ്സ്ക്രൈബേഴ്സ് ഇനി സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സൊക്കെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് വരിക. ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ്സിലൂടെ അറിയിക്കുക. പിന്നെ കമ്മ്യൂണിറ്റി ടാബ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തും നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.